ഇന്നലെ പ്രവേശനോത്സവത്തോട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത്, മിക്കവാറും ഈ കാലത്തുള്ള സ്കൂൾസൊക്കെ അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ടാവും, അവിടുത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഫ്രീഡം കൊടുത്തിട്ടുണ്ടാവും, അവരുടെ കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ആയിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് വേണ്ട, സ്കൂൾസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരില്ല, മിക്കവാറും മെച്ചപ്പെട്ട സ്കൂളുകൾ തന്നെയായിരിക്കും ഈ കാലത്ത് ഉണ്ടാവുക എന്നായിരുന്നു എൻ്റെ തെറ്റുകാരണം. പക്ഷേ ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത എൻ്റെ ആ ഒരു തെറ്റുകാരണം മാറ്റി. അപ്പോൾ നമുക്ക് ആ വാർത്ത എന്താണെന്നുള്ളത് നോക്കാം. പ്രേക്ഷകരെ നമസ്കാരം. അടൂർ ഹോളിഞ്ചേഴ്സ് സ്കൂളിൽ പ്രവേശന ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ഒരു കുട്ടിയുടെ ദുരനുഭവത്തെ പറ്റിയാണ് വാർത്ത 24 എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ആ കുട്ടിക്കുണ്ടായ ദുരനുഭവം എന്ന് ആ കുട്ടിയോട് തന്നെ ചോദിച്ചത്. മോനെ പേരെന്താ? എന്തോ പ്രശ്നം? രാവിലെ ഞാൻ സ്കൂളിൽ ചെന്നപ്പം അവര് പറഞ്ഞു എൻ്റെ മുടി ശരിയായിട്ടല്ല വെട്ടിയിരിക്കുന്നതാണ്. പക്ഷെ എൻ്റെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു. ഞാനത് ഇന്നലെ പോയി ഇവർ പറയുന്നത് കേട്ട് തന്നെ ഞാൻ വെട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ശരിയായിട്ടല്ല വെട്ടിയെ, അവിടോട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ സാറ് വന്ന് നമ്പർ ചോദിച്ചു അപ്പാടെ. അപ്പം ഞാൻ കൊടുത്തു. ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരാൻ, സ്കൂളിൽ വരാം, അപ്പം വന്നില്ലെങ്കിൽ എന്നെ സ്കൂളിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു, ക്ലാസ്സിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. മോനെ എത്ര മണിക്കൂർ വെളി നിർത്തി? എന്നെ 3 മണിക്കൂറോളം വെളി നിർത്തി. അപ്പോൾ ഈ ഒരു കുട്ടി ഫസ്റ്റ് ഡേ സ്കൂളിൽ പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൾ മുടി ശരിയായിട്ടല്ല വെട്ടിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറ്റാതെ 3 മണിക്കൂറോളം പുറത്ത് നിർത്തി എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. ഒരു കുട്ടി മുടി വെട്ടിയാലും അല്ലെങ്കിൽ മുടി കുറച്ച് വളർന്നാലും എന്താണ് കുഴപ്പം? അത് ആ ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ. ഇപ്പോഴും നിങ്ങളും പഴയ ആ ഒരു പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? എനിക്ക് ഈ പയ്യൻ്റെ മുടി കണ്ടപ്പോഴത്തേക്കും കുഴപ്പമൊന്നും തോന്നില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ സെയിം ആ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു ആ സമയത്ത് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അതല്ലെങ്കിൽ തന്നെയെങ്കിലും എന്താണ് കുഴപ്പം? ഒരാളുടെ മുടി അയാളുടെ സ്വാതന്ത്ര്യമല്ലേ, എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ ഏത് സ്റ്റൈലിൽ വേണം എന്നുള്ളത്. അതിലേക്ക് എന്തിനാണ് ഈ റെസ്ട്രിക്ഷൻ വെക്കുന്നത്? ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, സ്കൂളിൽ മുടി വളർത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കാലത്തുള്ള ആ ഒരു പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ റൂൾസൊക്കെ ഇപ്പോഴും സ്കൂളുകളിലുണ്ടോയെന്ന് ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു തമാശയാണ് തോന്നുന്നത്. അപ്പോൾ ഈ കുട്ടി 8:30 സ്കൂളിൽ വന്നിട്ട് ഏകദേശം 12 മണിയോളം വരെ അവിടെ നിൽക്കുന്നതായിരുന്നു എന്നുള്ള ഇതിലാണ് പറയുന്നത്. ഇത്രയും വലിയൊരു കടുത്ത പണിഷ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ആ ഒരു കുട്ടി അതിൻ്റെ തലയിൽ എത്രയും മുടിയുണ്ടെന്ന് ഓർത്തിട്ട് അതിൽ ആർക്കാണ് ഒരു ഉപദ്രവം ഉണ്ടാകുന്നത്? വേറെ ആരും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അവർ മുടി വളർത്തിക്കോട്ടെ. എന്തിനാണ് ഇപ്പോഴും സ്കൂളുകൾ ഇതേപോലെ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനത്തെ റൂൾസ് കൊണ്ടുവരുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ മാനസികമായിട്ടുള്ള ഭയങ്കര സംഘർഷവും പിരിമുറുക്കവും തോന്നും. ഒരു സമയത്ത് അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടുമ്പോഴത്തേക്കും അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു അറിവ് അവർക്ക് ഉണ്ടാകത്തില്ല. എക്സാമ്പിൾ, നിങ്ങൾ കോളേജിലേക്ക് വരുമ്പോഴത്തേക്കും കാണാം, കോളേജിലായിരിക്കും കുറച്ചും കൂടിയൊക്കെ ഇതേപോലത്തുള്ള ഫ്രീഡം. ഇപ്പോഴും പല കോളേജസ് ഉണ്ട് ഇതൊന്നും സമ്മതിക്കാത്തത്. പക്ഷെ എന്നാലും ഗവൺമെൻറ് കോളേജസിലേക്ക് വരുമ്പോഴത്തേക്കും അവർ മാക്സിമം അവർക്ക് എന്തോരം എക്സ്പ്ലോർ ചെയ്യാണ്ടി പറ്റുമോ അത്രയും എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാം. ചിലപ്പോൾ സ്വാതന്ത്ര്യം അതിൽ കടന്നു പോകുന്നത് കാണാം. അപ്പോൾ ഇതേപോലത്തെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്തിനാണ് സ്കൂൾ ഇത്രയും വാശി പിടിക്കുന്നത്? എല്ലാവരും ഒരേപോലെ തന്നെ മുടി വെട്ടണം, എല്ലാവരും ഹെയർ ബാൻഡ് കിട്ടണം എന്നുള്ള രീതിയിൽ. സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ വരുമ്പോഴത്തേക്കും ഈ പഠിപ്പിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്? നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് കുറച്ച് ജോലിക്കാരാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നല്ല വ്യക്തിത്വങ്ങളാണ് ഉണ്ടാക്കി വിടുന്നത്. നിങ്ങൾ ഇതേപോലെ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ മുടി വെട്ടണം, ഒരേ രീതിയിൽ തന്നെ ഗേൾസ് ആണെങ്കിൽ ഹെയർ ബാൻഡ് കെട്ടണം എന്നുള്ള റൂൾസ് വെക്കുമ്പോഴത്തേക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ നിങ്ങളൊരു വിലയും കൊടുക്കുന്നില്ല. നാളെ അവരുടെ കൺമുന്നിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ പേരുണ്ടാകും. എനിക്കൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൺമുന്നിൽ എന്തെങ്കിലും തെറ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഒരു റെസ്ട്രിക്ഷൻസിൽ അനുഭവിച്ച് വളർന്നേക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴത്തേക്കും നമുക്ക് അത് പ്രതികരിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ കുട്ടികൾക്ക് മിക്കവർക്കും പറ്റാണ്ടി പോകുന്നത്. ഒരാൾ അയാളുടെ ഇഷ്ടമുള്ള മുടി വളർത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അത് മറ്റുള്ള ഒരാൾക്ക് ഒന്നും ഒരു പ്രശ്നം ബാധിക്കാത്തടത്തോളം അവരിഷ്ടമുള്ള ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഇതൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞ്. നിങ്ങൾ ആ കുട്ടികളായിട്ട് കാണുന്നില്ല, മനസ്സിലായില്ല? അവർക്ക് ആ ചെറിയ പ്രായത്തിൽ കുറച്ച് കുസൃതിയും കാര്യങ്ങളും അതൊക്കെ വേണം. നിങ്ങൾ അവരെ ഇത്രയും ഹൗസ് എടുത്ത് പഠിപ്പിച്ച് ഭയങ്കരമായിട്ടും മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓൾറെഡി
അവർക്ക് ഓവർലോഡ് ആയിരിക്കും ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങളും കൂടി വേറെ ആരും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനൊക്കെ തടസ്സം നിൽക്കുന്നത്? അവൻ ഒരു 2 മാസത്തിന് ശേഷം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒരുമിച്ച് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യാൻ ഓർത്ത് വരുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല ഈ പറഞ്ഞ രീതിയിൽ. കാരണം ഉച്ചവരെ ആയിരിക്കും ഫസ്റ്റ് ദിവസം ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിക്കാനായിട്ടോ ആ ഒരു വെക്കേഷനിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ പങ്കിടാനായിട്ടുള്ള ഒരു ടൈം പോലും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ എന്തിനാണ് ഇത്ര 2 മണിക്കൂറൊക്കെ പറയുന്നത്? അത് നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം, ഇന്ന് ക്ലാസ്സിൽ കയറിക്കോ, എന്നിട്ട് നാളെ വരുമ്പോഴത്തേക്കും വെട്ടിയിട്ട് വരുമെന്ന് പറയാം. ശരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ആ കുട്ടിയുടെ മുടിയുടെ വെട്ടണമെന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ തീരുമാനിക്കാണ്ടിരിക്കുക. അത് ആ കുട്ടിയുടെ ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അത് കാരണം മുടി എന്ന് പറഞ്ഞതും അതേപോലെ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ ഉള്ളതും അവരുടെ ഫ്രീഡമാണ്. ഡ്രസ്സിന് നിങ്ങൾ ഓൾറെഡി അവിടെ ഒരു യൂണിഫോം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും മാത്രമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഡ്രസ്സ് ഇടാൻ വേണ്ടി പറ്റുക. അപ്പോഴും കളർ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ചില റിലീജിയസ് ആയിട്ടുള്ള സ്കൂളിൽ ഞാൻ കാണാറുണ്ട്, തലേദിവസം ഗേൾസിനും ബോയ്സിനും പറയും ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടരുത്, ഇവിടെ ഇങ്ങനെ കീറിയിട്ടുള്ള ഡ്രസ്സ് ഇടരുത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സണൽ ഫ്രീഡം അത് മറ്റുള്ള ഒരാളുടെ ഇതിൽ ബാധിക്കാത്തടത്തോളം അവർ ചെയ്തോട്ടെ. ഇപ്പോഴും ഈ പ്രാകൃതമായിട്ടുള്ള പഴഞ്ച നിയമം നിങ്ങൾ എന്തിനാണ് വെച്ച് പുലർത്തുന്നത്? ഇവർ നാളെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സമൂഹത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലാണ്ടി പോകുന്നത്. അപ്പോൾ ഈ എല്ലാ കുട്ടികളും വ്യത്യസ്തതകൾ എന്ന് പറഞ്ഞ കുട്ടികളാണ്. എല്ലാവരും ഓരോരോ വ്യക്തിത്വങ്ങളാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഓരോ രീതിയിൽ തന്നെ ചെയ്യണം, എല്ലാവരും ഓരോ രീതിയിൽ തന്നെ മുടി വെട്ടണമെന്ന് ചിന്തിക്കണം. എന്തിനാണ്? ഇവരെന്താണ് വല്ല യന്ത്രമനുഷ്യരാണെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. ഇത് മനുഷ്യജീവികളാണ്. അവർ ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുണ്ട്. അത് മറ്റൊരാൾക്ക് ഉപദ്രവം ആകാത്തടത്തോളം നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അത് ഭയങ്കര പ്രാകൃതമായിട്ടുള്ള റൂൾസാണ്. ഇങ്ങനത്തെ ഒരു റൂൾസ് ഇപ്പോഴും സ്കൂളുകളിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞ്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് വിദ്വാന്മാരുടെ കമൻസ് വന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് നോക്കാം. അതിലാദ്യം ഒരാൾ പറഞ്ഞേക്കാണ്, ഓരോ സ്കൂളിലും അതിൻ്റെ അച്ചടക്ക ക്രമീകരണങ്ങളുണ്ട്, അത് അനുസരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പഠിച്ചാൽ മതിയല്ലോ. ഈ തരത്തിലുള്ള അച്ചടക്ക ക്രമീകരണങ്ങൾ എന്തിനാണ്? ഒരാളെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയിട്ടുള്ള അച്ചടക്ക ക്രമീകരണങ്ങൾ എന്തിനാണ്? ഒരു സ്കൂൾ വരുമ്പോഴത്തേക്ക് ബേസിക്കായിട്ട് അവിടെ ഒരു ടൈം കാണും. അതേപോലെ തന്നെ ഓരോ പീരീഡ്സും എങ്ങനെയാണ്, എത്ര മിനിറ്റാണ് കാണും, ഏത് ഹവറിലാണ് പുറത്ത് പോവുക, ഇൻ്റർവെല്ലിന് കാണും. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോരെ. അല്ലാതെ ഇത്രയും ആ ഒരു കുട്ടിയുടെ വ്യക്തി താല്പര്യങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ എന്തിനാണ്? അടുത്തൊരു കമൻറ്റ് വന്നിരിക്കുന്നതാണ്, ഈ മുടി വെട്ടിയതിൽ എന്താണ് കുഴപ്പം? അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കിം ജോൺ ആണെന്ന് തോന്നുന്നു. അത് ശരിയാണ്. കാരണം ഏകാധിപതിയാണല്ലോ കിം ജോൺ എന്ന് പറയുമ്പോഴത്തേക്കും. അവർക്ക് എല്ലാവരും ഒരേ കാഴ്ചപ്പാട് തന്നെ എല്ലാവരും പോകണം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാണ്ട് പാടില്ല. അങ്ങനത്തെ കാഴ്ചപ്പാടൊക്കെ ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അടുത്തൊരു ലാസ്റ്റ് കമൻറ്റ് എടുത്ത് നോക്കാം. അപ്പം അതിൽ പറയുന്നത്, ഇതുപോലുള്ള ന്യൂസുകൾ കൊടുക്കുന്ന നിങ്ങളെ വേണം ആദ്യം തല്ലാൻ. കാരണം ഓരോ സ്കൂളിലും അതിൻ്റെതായ അച്ചടക്ക നടപടികൾ ഉണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രം അവിടുന്ന് പഠിച്ചാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കാമല്ലോ. നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ഓരോ ന്യൂസുകൾ ഇങ്ങനെ പടച്ചു വിടരുത്. അത് ഭാവിയിലെ എല്ലാ നല്ല കുട്ടികൾക്കും ബാധകമായി തീരും. നമ്മൾ ഭാവിയിൽ നല്ല കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇങ്ങനത്തെ റൂൾസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ അടിമകളെ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ഈ സ്കൂൾസൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഇവിടെ കാണുന്ന കമ്പനീസിന് നല്ല എംപ്ലോയീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല പൗരന്മാരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? നല്ല പൗരന്മാരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാകണം. നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലേ നല്ല പൗരന്മാരുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇതേപോലെ നിങ്ങൾ പല IT കമ്പനീസിൽ നോക്കിയാലേ അറിയാം, എല്ലാവരും ഒരേ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് ഇൻസൈഡ് ചെയ്ത് അവിടുത്തെ കണ്ടക്റ്റിൽ പോകുന്നത്. പല IT കമ്പനീസിലും ഇന്ന് പല കോർപ്പറേറ്റ് കമ്പനീസിലും അവിടെ എംപ്ലോയീസ് യൂണിയൻ ഇല്ല. അവർക്ക് അവരുടെ മേൽ വരുന്ന പല പ്രഷറും പറയാനായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് പല കമ്പനീസിലും എംപ്ലോയീസ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ അവർക്ക് കുട്ടികൾക്ക് പോലും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവർ പിന്നീട് ജോലിക്ക് കയറുമ്പോഴത്തേക്കും ഇതേപോലെ പ്രഷർ അനുഭവിക്കും. അവർക്ക് പ്രതികരണ ശേഷി ഉണ്ടാവില്ല.
അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്കും അവർക്ക് ഓരോ കാര്യത്തിൽ പ്രതികരിക്കുകയും അവർക്ക് വേണ്ട സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുകയും ചെയ്യണ്ടേ. മറ്റൊരാളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് ആ ഒരു കുട്ടി ദ്രോഹിക്കുന്നില്ലെങ്കിൽ അവൻ ഇതുപോലെ മുടി വളർത്തുകയോ അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് എന്താണ്, ആർക്കാണ് ഇത്ര കുഴപ്പം? അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.